അനന്തൻ, ഹണി ട്രാപ്പ് അല്ല, അവിഹിത ബന്ധം, അത് ഭർത്താവ് പിടികൂടി അതിനുശേഷമുള്ള പീഡനം, അങ്ങനെയാണോ ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം? ആര്യ, നമുക്കിപ്പോൾ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്ന വിശദാംശങ്ങൾ ഈ കേസിലെ ഒന്നാം പ്രതി ജയേഷ്, രണ്ടാം പ്രതി രശ്മി, ഈ രണ്ടുപേരുടെയും പേരിലുള്ള കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ്. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വിവരിക്കുന്നുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ ആകെ ആശയക്കുഴപ്പം ആദ്യം ഉണ്ടാകുമെങ്കിലും കൃത്യമായ ഒരു വിശദീകരണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഈ കേസിൽ റാന്നി സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ആഭിചാരമില്ല, ഹണി ട്രാപ്പില്ല. ഇതിൽ പ്രണയബന്ധവും അതുമായി ബന്ധപ്പെട്ട കലഹങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. ഈ ജയേഷും രശ്മിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. രശ്മിയും ഈ പരാതിക്കാരനും, അതായത് ഇപ്പോൾ മർദ്ദനമേറ്റു എന്ന് പറയുന്ന പരാതിക്കാരനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ളൊരു സംശയം ഈ ജയേഷിന് ഉണ്ടായി. അതായത് തൻ്റെ ഭാര്യയും ഈ പരാതിക്കാരനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ളൊരു സംശയം ജയേഷിനുണ്ടായി. ഈ പരാതിക്കാരൻ സ്വന്തം ഭാര്യയുടെ ദൃശ്യങ്ങൾ പകർത്തി വെച്ചിട്ടുണ്ട് ഫോണിൽ എന്നുള്ള സംശയവും അയാൾക്കുണ്ടായി. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5-ാം തീയതി, ഈ ഓണത്തിന്റെ ദിവസം, ഈ പരാതിക്കാരനെ ജയേഷ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി വീട്ടിലെത്തിയ ഉടൻ തന്നെ രശ്മിയും ജയേഷും ഇയാളെ ആക്രമിക്കുകയായിരുന്നു. മുറി അടച്ച ഉടൻ തന്നെ പെപ്പർ സ്പ്രേ അടിച്ച് ഇയാളെ അവശനാക്കി. അതിനുശേഷം ഷോൾ കൊണ്ട് കൈയും കാലുമൊക്കെ കെട്ടി, അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കയറുകൊണ്ട് ഉത്തരത്തിൽ ഇയാളെ തൂക്കി നിർത്തി. അതിനുശേഷം ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനത്തിന് ശേഷം സൈക്കിൾ ചെയിൻ കയ്യിൽ ചുരുട്ടി നെഞ്ചിന് ഇടിച്ചു എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ പൈപ്പ് റേഞ്ച് കൊണ്ട് നഖത്തിൽ മുട്ടുസൂചി അടിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തി. അതിനുശേഷം ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ കൊണ്ട് ക്ലിപ്പ് ചെയ്തു. പിന്നീട് ഏതാണ്ട് രാത്രി, ഇതെല്ലാം സംഭവിക്കുന്നത് വൈകുന്നേരം 6 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്താണ്. ഇതോടുകൂടി ഇയാൾ അവശനായി കഴിഞ്ഞപ്പോൾ ഇയാളെ ഈ രശ്മിയും ജയേഷും കൂടി സ്കൂട്ടറിന്റെ നടുക്കിരുത്തി, രണ്ടുപേരുടെയും മധ്യത്തിലിരുത്തി മറ്റൊരു സ്ഥലത്ത് റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ആ റോഡിൽ ഉപേക്ഷിച്ച ശേഷം ഇയാളെ വീണ്ടും മർദ്ദിച്ചു. അതിനുശേഷം ഇയാളോട് പറഞ്ഞത്, അതായത് ഈ മർദ്ദനം ഇത്രയും ചെയ്തതിന് ശേഷം റോഡിൽ ഉപേക്ഷിച്ച് ഇവർ മടങ്ങാൻ നേരം ഈ പരിക്കേറ്റ ആളോട് ഇവർ പറഞ്ഞത്, ഞങ്ങൾ നിന്നെ മർദ്ദിച്ചു എന്നുള്ള വിവരം ഒരു കാരണവശാലും പുറത്തു പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അതിക്രൂരമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും, കൊലപാതകമടക്കം ഉണ്ടാകും എന്നവർ ഭീഷണിപ്പെടുത്തി. മറിച്ച് പോലീസിനോട് പറയേണ്ട കാര്യങ്ങൾ കൂടി ഈ ജയേഷ് ഈ യുവാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോലീസ് ചോദിച്ചാൽ പറയേണ്ടത് ഈ പരിക്കേറ്റ യുവാവിന്റെ കാമുകി, ആ കാമുകിയുടെ ആൾക്കാർ മർദ്ദിച്ചു എന്ന് മാത്രമേ പറയാകൂ എന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിക്കേറ്റ യുവാവിനെ പോലീസ് കാണുമ്പോൾ ആദ്യം അയാൾ മറ്റൊരു കഥ പറയുന്നത്. അതായത് തൻ്റെ കാമുകിയുമായി ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു, അപ്പോൾ ബന്ധുക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് അയാൾ ആദ്യം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ FIR ഒക്കെ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പോലീസിന്റെ കൃത്യമായ അന്വേഷണമാണ് ഈ 2 സൈക്കോകളായ പ്രതികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഈ മർദ്ദനമേറ്റ യുവാവ് ജയേഷ് പറഞ്ഞതനുസരിച്ച് ഭയന്നുകൊണ്ട് അയാൾ പറഞ്ഞ കഥയാണ് ആദ്യം പോലീസിനോട് പറയുന്നത്. അതായത് കോഴഞ്ചേരിയിലുള്ള കാമുകിയുടെ വീട്ടുകാരാണ് തന്നെ കൊണ്ടുപോയി മർദ്ദിച്ചത്, അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കാമുകിയുടെ ബന്ധുക്കളെ പ്രതിയാക്കി, ഏതാണ്ട് 5ഓളം പ്രതികളുണ്ട്, അവരെ പ്രതിയാക്കിയാണ് ആദ്യം FIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് അതിലെ മർദ്ദിച്ചു എന്ന് പറയുന്ന ആളെ പോലീസ് നേരിട്ട് കണ്ട് ചോദിക്കുമ്പോൾ അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് പോലീസ് ഈ യുവാവിന്റെ കാമുകിയെ നേരിട്ട് കാണുകയാണ്. അപ്പോൾ കാമുകി പറഞ്ഞത് മറ്റൊരു വിചിത്രമായ കഥയാണ്. അപ്പോൾ ആ കാമുകി പറഞ്ഞത് ഈ ജയേഷും ഭാര്യ രശ്മിയും തന്നെ വന്ന് കണ്ട ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ തൻ്റെ കാമുകനുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ കാമുകനില്ല. പകരം ജയേഷ് പറഞ്ഞത് തൻ്റെ ഭാര്യയായ രശ്മിയുമായി നിങ്ങളുടെ കാമുകന് ബന്ധമുണ്ട്, മാത്രമല്ല അയാൾ കുറേ ദൃശ്യങ്ങൾ ഫോണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, നല്ലൊരു ജീവിതം വേണമെങ്കിൽ ആ കാമുകനെ ഉപേക്ഷിച്ചു പോയിക്കൊള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഈ കാമുകിയോട് പറയുന്നത്. അതിനുശേഷം അതായത് ഈ പോലീസിന് ജയേഷിനെ കുറിച്ചും ഭാര്യ രശ്മിയെ കുറിച്ചും ആദ്യം വിവരം ലഭിക്കുന്നത് ഈ കോഴഞ്ചേരിയിൽ താമസിക്കുന്ന കാമുകിയിൽ നിന്നാണോ അനന്തൻ? തീർച്ചയായിട്ടും. ഈ കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു എന്നുള്ള കഥ മെനഞ്ഞ ജയേഷ് അവിടെ ഒരു കുരുക്കുണ്ടാക്കി വെച്ചിരുന്നു. അയാളിലേക്കുള്ള വഴി അവിടെ തന്നെ വെട്ടിവെച്ചിരുന്നു. കാരണം ഈ ജയേഷും ഭാര്യയും കൂടെ ആദ്യമേ പോയി ഈ യുവാവിന്റെ കാമുകിയെ കണ്ടിട്ട് രശ്മിയുമായി അയാൾക്ക് ബന്ധമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവന്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളൂ. മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു,
ഈ ജയേഷിനെ തൻ്റെ ബന്ധുക്കൾ മർദ്ദിച്ചു എന്നുള്ള കാര്യം കൂടി പോലീസ് എങ്ങാനും വന്നാൽ പറയണം എന്നുകൂടി അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഏതായാലും അവരിൽ നിന്നാണ് ഈ ജയേഷ്, രശ്മി എന്ന് പറയുന്ന രണ്ടുപേരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ആദ്യം കിട്ടുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ സ്ഥലത്ത് വന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഈ യഥാർത്ഥ കഥകൾ പുറത്തു വരുന്നത്. ഇതിപ്പോൾ റാന്നി സ്വദേശിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ആലപ്പുഴ സ്വദേശിയെ എന്തിനാണ് മർദ്ദിച്ചതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഇതിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഈ റാന്നി സ്വദേശിക്ക് ജയേഷുമായും രശ്മിയുമായും നേരത്തെ ബന്ധമുണ്ട് എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രശ്മിയും ഈ പരിക്കേറ്റ യുവാവും മർദ്ദനമേറ്റ യുവാവും തമ്മിലുള്ള ബന്ധം അത് സംശയിച്ചാണ് തൻ്റെ ഈ ക്രൂരമായ പീഡനം നടത്തിയതെന്നുള്ള വാദം അതാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനി കൂടുതൽ നമുക്ക് ഈ കഥ കേൾക്കുമ്പോൾ ഉയരുന്ന ഒരു സംശയം, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംശയം, ഭാര്യയ്ക്ക് ഈ യുവാവുമായി അവിഹിതം ഉണ്ടെന്ന് സംശയിക്കുന്നു, ഭർത്താവ് മർദ്ദിക്കുന്നു, അവിടെ വരെ ഓക്കെയാണ്. ഈ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ രശ്മി എന്തിനാണ് ഫോണിൽ ചിത്രീകരിക്കുന്നത്? അത് തന്നെയാണ്. അതായത് ജയേഷ് പറയുന്നത്, ജയേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, ജയേഷിന്റെ രശ്മിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടതുണ്ട്. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ജയേഷ് പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് തൻ്റെ ഭാര്യ രശ്മിയുമായി ഈ മർദ്ദനമേറ്റ യുവാവിന് ബന്ധമുണ്ട് എന്ന് തനിക്ക് വിവരം ലഭിച്ചു. മാത്രമല്ല രശ്മിയുടെ ആയിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ അയാൾ ഫോണിൽ പകർത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള സംശയവും തനിക്കുണ്ടായിരുന്നു. അപ്പോൾ രശ്മിക്കും ആ സംശയമുണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ ചേർന്ന് ഇങ്ങനൊരു ഈ ദൃശ്യങ്ങൾ കൂടി തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിംഗ് ആണ് നടത്തിയതെന്നാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജയേഷും രശ്മിയും ചേർന്ന് ഇയാളെ ആക്രമിക്കുന്നതെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ആഭിചാര ക്രിയകളോ അതല്ലെങ്കിൽ ഹണി ട്രാപ്പോ ഒന്നും, പണം തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ഇതുവരെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ, പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല. പകരം ഈ അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതിനുവേണ്ടിയുള്ള പ്രതികാരവും എന്ന് മാത്രമാണ് ഇതിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ മർദ്ദനമേറ്റ യുവാവിന്റെ കാമുകിയുമായുള്ള ജീവിതം അല്ലെങ്കിൽ കാമുകിയുമായുള്ള ബന്ധം തകർക്കാനുള്ള ശ്രമവും ജയേഷ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ജയേഷും രശ്മിയും ഈ യുവാവിന്റെ കാമുകിയെ കോഴഞ്ചേരിയിൽ പോയി കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും അവർ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള മൊഴി ആ കാമുകിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും വളരെ വിചിത്രമായ ഒരു കഥയാണ് പോലീസിന്റെ മുന്നിൽ ഇപ്പോഴുള്ളത്. ഇനി ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിനകത്തെ കാര്യങ്ങൾ കൃത്യമാക്കണം. മാത്രമല്ല മറ്റൊരു യുവാവിനെ കൂടി മർദ്ദിച്ചതിന്റെ കാരണം എന്ത് എന്നുള്ളത് കൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അത് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തായിരിക്കും അന്വേഷണം ഉണ്ടാവുക. ആര്യ. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ ഓരോ നിമിഷം കഴിയുമ്പോഴും കഥയിൽ വലിയ വലിയ ട്വിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഹണി ട്രാപ്പ് എന്നായിരുന്നു, അത് കഴിഞ്ഞ് ആഭിചാരക്രിയ എന്ന് കേട്ടു. ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇതൊരു അവിഹിതം, അതുമായി ബന്ധപ്പെട്ട സംശയം, അതിന് പിന്നാലെയുടെ ക്രൂരമായ പീഡനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ യുവാവിന്റെ കാമുകിയുമായി ബന്ധപ്പെട്ട കഥകളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.